പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ആയിരം ആയിരം നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. ഈ അൾത്താരയിൽ നിന്ന് ഒരിക്കൽ കൂടി സാക്ഷ്യം പറയുവാനായി, ഈശോയെ മഹത്വപ്പെടുത്തുവാനായി തന്ന ഈ നിമിഷങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു ഈശോയ്ക്ക്. എൻ്റെ പേര് ഫിലോമിന. ശുരൂപതയിൽ നിന്നും ചുറ്റിശ്ശേരി ഇടവകയിൽ നിന്നും വരുന്നു. 2022 നവംബർ 14 ഞാൻ ഉടമ്പടി എടുത്തത്. ഞങ്ങൾക്കൊരു സ്ഥലവും വീടും വിൽക്കാനുണ്ടായിരുന്നു. ഇപ്പോൾ ചിറ്റിശ്ശേരി ആണെങ്കിലും ഞങ്ങൾ മാമ്പ്രയിൽ അങ്കമാലി രൂപതയിൽ താമസിച്ചിരുന്നു കഴിഞ്ഞ വർഷം. അപ്പോൾ അവിടെ നിന്നും ആ വീട് വിൽക്കുവാനായി. കാരണം വേറെ ഒന്നല്ല, പള്ളി കുറച്ച് അകലെ ആയതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് വിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് കുറേ ആളുകൾ വന്നിരുന്നെങ്കിലും സ്ഥലം വിൽക്കുവാനോ അല്ലെങ്കിൽ അതിനൊന്നും സാധിച്ചിരുന്നില്ല, പലവിധ തടസ്സങ്ങളാൽ. 24 ഓഗസ്റ്റിൽ ഞാൻ ജൂലൈയിൽ പുതുക്കി വന്നു. ഓഗസ്റ്റ് മാസം 1 ഞാൻ ഈശോയോട് പറഞ്ഞു, ഇനി ഈശോയും മാതാവും കൂടി കൊണ്ടുവരുന്ന വ്യക്തി മാത്രം വീട് കാണാൻ വന്നാൽ മതിയെന്ന്. അങ്ങനെ ഞാൻ ഓഗസ്റ്റ് 31 ഈ വീട് വിൽക്കാനായിട്ട് ഈശോയോട് പറഞ്ഞു, പരിശുദ്ധ അമ്മ വഴി. അപ്പോൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു, ഓഗസ്റ്റ് 31 അപ്പോൾ അത് പ്രകാരം ഓഗസ്റ്റ് 10 ഞാൻ വീണ് 2 കൈയും ഒടിഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. 13 ഒരു സ്ത്രീ വന്നു, വീട് കണ്ടു, ഇഷ്ടപ്പെട്ടു. അപ്പോൾ തന്നെ അവർ ഞങ്ങൾക്കിത് താല്പര്യമുണ്ട്, ഞങ്ങൾക്ക് ഇഷ്ടമായി എന്ന്. മകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ ഹോസ്പിറ്റലായിരുന്നു. മകൻ്റെ അടുത്ത് പറഞ്ഞു, മകൻ പറഞ്ഞ വിലയിൽ തന്നെ അവർ അത് സമ്മതിക്കുകയും ചെയ്തു. ഞങ്ങളൊരു വില പറഞ്ഞിരുന്നു ഞാൻ ഈശോയോട്, ഈശോയെ നിനക്കിഷ്ടമുണ്ടെങ്കിൽ ഈ വില ഞങ്ങൾക്ക് വീട് വെക്കുമ്പോൾ കിട്ടണം, ഇല്ലെങ്കിൽ അതല്ലെങ്കിൽ ഈശോയെ നിൻ്റെ ഇഷ്ടം എന്താണോ അത് നിറവേറട്ടെ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അവർ വന്ന് കണ്ടിഷ്ടപ്പെട്ടു. ഞങ്ങൾ പറഞ്ഞ വിലയ്ക്ക് തന്നെ അവർ സമ്മതിച്ചു. ഞാൻ 13 അവർ ഉച്ചയ്ക്ക് മുന്നാണ് അവർ വന്നിരുന്നത്. ഞാൻ 13 വൈകിട്ട് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു. മകനപ്പോൾ പറഞ്ഞു 3 ദിവസത്തിനുള്ളിൽ അവർ വിവരം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവർക്ക് ഇഷ്ടപ്പെട്ട് പോയിട്ടുണ്ട്, ഞാൻ പറഞ്ഞ വില തന്നെ അവർ സമ്മതിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അവർ 2 ദിവസവും 3 ദിവസവും ഒക്കെ കഴിഞ്ഞ് 4-5 ദിവസമായിട്ടും അവരിൽ നിന്നൊരു റിപ്ലൈ കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ അവരൊരു വിവരം തന്നിട്ടില്ലല്ലോ എന്ന്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ ആ സ്ത്രീയുടെ കാതിൽ എന്തോ മന്ത്രിക്കുന്നതായി കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി പരിശുദ്ധ അമ്മ ഇടപെട്ടുണ്ട്, അപ്പോൾ കാര്യം ഓക്കെ ആണെന്ന്. അങ്ങനെ പിറ്റേ ദിവസം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഈശോ ഇപ്പോഴും ഒന്നും മറുപടി കിട്ടില്ല. ഈശോ പറയാണ്, ഞാൻ എൻ്റെ അമ്മേനെ അവരുടെ അടുക്കലേക്ക് വിട്ടിട്ടുണ്ട്, അമ്മേനെ അയച്ചിട്ടുണ്ട് അവരുടെ അടുക്കലേക്കെന്ന്. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കായിരുന്നു. ഞാനിങ്ങനെ ഈശോയോട് പറഞ്ഞു, ഈശോയെ ഞാൻ ഈ 4 ജപമാല സമ്പൂർണ്ണ ജപമാല ചൊല്ലി കഴിയുമ്പോഴേക്കും ഞങ്ങൾക്ക് അനുകൂലമായൊരു മറുപടി, ഈശോയെ നിനക്കിഷ്ടമുണ്ടെങ്കിൽ അനുകൂലമായൊരു മറുപടി അവരിൽ നിന്ന് കിട്ടണമെന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു പ്രാർത്ഥിച്ച് ജപമാല ചൊല്ലി. ഈ 4 ജപമാല ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ പിന്നാലെ തന്നെ അവർ വിളിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇഷ്ടമായി, താല്പര്യമുണ്ട്. മോൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു ഉറപ്പ് വേണ്ടേന്ന് പറഞ്ഞു. അവർ പറയുകയാണ്, ഞങ്ങൾ അടുത്ത മാസം, അതായത് സെപ്റ്റംബർ 12 ഞങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യും, അപ്പോൾ ക്യാഷ് എല്ലാം ഒരുമിച്ച് അപ്പോൾ തരാൻ, ഞങ്ങൾക്ക് അഡ്വാൻസായിട്ട് തരാൻ ഞങ്ങൾക്കിപ്പോൾ താല്പര്യമില്ല എന്ന് പറഞ്ഞു. മകനൊന്നും മിണ്ടിയില്ല. പിറ്റേ ദിവസം രാവിലെ അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, ഈശോയെ ഉറപ്പൊന്നും ഇല്ലാണ്ട് അവർ പറയണതും കാത്ത് വേറെ ആൾക്കാർ വരുമ്പോൾ നമ്മൾ സമ്മതിക്കാണ്ടിരിക്കുക, അങ്ങനെ ഒരു മനസ്സിലൊരു ബുദ്ധിമുട്ട്. അപ്പം ഞാനിങ്ങനെ ഈശോയോട് പറഞ്ഞു, ഈശോയെ ഞങ്ങൾക്കൊരു ഉറപ്പും കിട്ടിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അവർ രാവിലെ ഒരു 10 മണിയായപ്പോൾ മകനെ വിളിച്ച് പറയാണ്, മോനെ അപ്പച്ചൻ്റെ അക്കൗണ്ട് നമ്പർ അയച്ചതായോ, ഞാൻ കുറച്ച് പൈസ ഒരു 5 ലക്ഷം രൂപ ഞാൻ അക്കൗണ്ടിൽ ഇടുന്നുണ്ടെന്ന് പറഞ്ഞു. മോൻ അപ്പോൾ തന്നെ അക്കൗണ്ട് നമ്പർ അയച്ചു കൊടുത്തു.
അപ്പോൾ തന്നെ അവർ 5 ലക്ഷം രൂപ അക്കൗണ്ടിൽ ഇടുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും അവർ 20 ലക്ഷം രൂപ കൂടി കൊണ്ടുവന്ന് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് തന്നു. പിന്നീട് അപ്പോൾ അവർ പറഞ്ഞിരുന്നു 12-ാം തീയതി രജിസ്ട്രേഷൻ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അതുപ്രകാരം 12-ാം തീയതി അവർ രജിസ്ട്രേഷനായി ഒരുങ്ങി. അതെല്ലാം ഭംഗിയായി കഴിഞ്ഞു. ഈശോ തന്ന ഈ വലിയ അനുഗ്രഹത്തിന് നന്ദിയും സ്തുതിയും പറയുന്നു. പരിശുദ്ധ അമ്മ അവിടെ ഇടപെട്ട കാര്യങ്ങളിലൂടെ ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നു. അതുപോലെ രണ്ടാമത്തെ ഞങ്ങൾ ചിറ്റിശ്ശേരിയിൽ ഒരു സ്ഥലം വാങ്ങിച്ചിരുന്നു. ആ സ്ഥലത്തിൻ്റെ കരാറ് കഴിഞ്ഞിരുന്നു, പക്ഷേ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ രജിസ്ട്രേഷന് വേണ്ടി ഞാൻ നിയോഗം അതിൽ വെച്ചിരുന്നു. അപ്പോൾ ആ രജിസ്ട്രേഷൻ ഭംഗിയായി ഈ സെപ്റ്റംബറിനുള്ളിൽ തന്നെ 12-ാം തീയതിക്ക് മുന്നേ അതിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞു. പിന്നെ എനിക്ക് പിന്നെ ഒരു സാക്ഷി എന്ന് പറയുന്നത് കണ്ണിൻ്റെ എനിക്ക് മുട്ടുകൾക്ക് 2 മുട്ടുകൾക്കും നല്ല വേദനയായിരുന്നു. മുട്ടുകുത്താനോ ഇരിക്കാനോ എഴുന്നേൽക്കുവാനോ നടക്കാനോ പറ്റാത്ത വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു, വേദനയായിരുന്നു. കിടക്കുമ്പോൾ പോലും മുട്ടുവേദനയാണ്. അപ്പോൾ അങ്ങനെ പള്ളിയിലൊന്നും മുട്ടുകുത്താൻ തീരെ പറ്റില്ല. അതൊരു 10-15 വർഷമായിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ മുട്ടുവേദന തുടങ്ങിയിട്ട്. പക്ഷേ കൂടുതലായിട്ട് മുട്ടുകുത്താൻ പറ്റാത്ത അവസ്ഥ എനിക്കൊരു 8 വർഷമായിട്ടുണ്ട്. അങ്ങനെ ഞാൻ അപ്പോൾ ഡോക്ടറെ കാണിച്ചു. തീരെ പറ്റാണ്ട് വന്നപ്പോൾ ഡോക്ടറെ കാണിച്ചു. ആദ്യം അവർ പറഞ്ഞിരുന്നു ഒരു 2 മുട്ടിനും എല്ലുതേമാനാണെന്ന് പറഞ്ഞ് അതൊക്കെ അങ്ങനെ കൊണ്ട് നടന്നു. പക്ഷേ തീരെ പറ്റാണ്ട് വന്നപ്പോൾ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു 2 മുട്ടും ഓപ്പറേഷൻ ചെയ്ത് മാറ്റി വയ്ക്കണം, വേറെ ഒന്നും ഇതിനൊരു പരിഹാരമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ ഉടമ്പടിയിൽ ഞാൻ നിയോഗം വെച്ചിരുന്നു. മുട്ടുവേദന എനിക്ക് വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. പിന്നെ ഉടമ്പടി തൈലെടുത്ത് ഞാൻ 2 കാലിൻ്റെ മുട്ടുമലും പുരട്ടി പ്രാർത്ഥിച്ചിരുന്നു. ഇപ്പോൾ എനിക്ക് ഒരു 5-6 മാസം കഴിഞ്ഞിട്ടുണ്ടാവും. എനിക്കിപ്പോൾ മുട്ട് കുത്താനും വിശുദ്ധ കുർബാനയിൽ മുട്ടുകുത്താൻ പറ്റാതെയുള്ള വേദനയുണ്ടല്ലോ എൻ്റെ. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും മുട്ടുകുത്തുമ്പോൾ ഞാൻ എഴുന്നേറ്റ് നിൽക്കുക. അപ്പം ഞാൻ ഈശോയോട് പറയായിരുന്നു, ഈശോയെ നിൻ്റെ മുമ്പിലല്ലാണ്ട് പിന്നെ ഞാൻ ആരുടെ മുമ്പിലാണ് മുട്ടുകുത്തുക എന്ന്. അങ്ങനെ പ്രാർത്ഥിച്ച് ഇപ്പോൾ എനിക്ക് 5-6 മാസമായിട്ട് പള്ളിയിൽ വിശുദ്ധ കുർബാനയ്ക്ക് മുട്ടുകുത്തുകയും അതുപോലെ മുട്ടുകുത്തി നിന്ന് ജപമാല ചൊല്ലുവാനും ഇരിക്കാനും കിടക്കാനും എഴുന്നേൽക്കാൻ നടക്കാനും ഒന്നിനും ഇപ്പോൾ മുട്ടിനൊരു പ്രയാസമില്ല. ഈശോ ഓപ്പറേഷൻ കൂടാതെ തന്നെ പരിശുദ്ധ അമ്മയും ഈശോയും എനിക്ക് ആ മുട്ടുകൾക്ക് പൂർണ്ണ സൗഖ്യം തന്ന് അനുഗ്രഹിച്ചു. പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും നന്ദി പറയുന്നു. പിന്നെ എൻ്റെ കണ്ണുകൾക്ക് തലയുടെ ഈ ഇടതു ഭാഗത്തു നിന്നും കണ്ണിലേക്ക് ഇറങ്ങി നല്ലൊരു ശക്തമായൊരു വേദന വന്നിരുന്നു. അത് ഇടയ്ക്കിടെ ആ വേദന വന്നിരുന്നു. ഞാനത് ഡോക്ടറെ കാണിച്ചു. കണ്ണിലൊഴിക്കാൻ തുള്ളി മരുന്നും കഴിക്കാൻ മരുന്നൊക്കെ തന്നു. 1.5 മാസം അത് ചെയ്തിട്ട് എനിക്ക് ഒരു കുറവുമില്ല. ഞാൻ ഉടമ്പടി തൈലെടുത്ത് പുരട്ടി പ്രാർത്ഥിച്ചു. 5-6 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ആ വേദന, ശക്തമായ വേദന പൂർണ്ണമായിട്ടും വിട്ടുമാറി. കർത്താവ് തന്ന വലിയ സൗഖ്യത്തിന് നന്ദി പറയുന്നു. പിന്നെ ഞാൻ വീട് പണിക്ക് വേണ്ടി നിയോഗം വെച്ചിരുന്നു. ഇപ്പോൾ വാങ്ങിച്ച ആ സ്ഥലത്ത് ചിറ്റിശ്ശേരിയിൽ. അപ്പോൾ അതിൻ്റെ വീടിൻ്റെ പണിയെല്ലാം ഭംഗിയായി ഏതാണ്ട് പൂർത്തിയായി. പിന്നെ അതുപോലെ തന്നെ കിണർ കുഴിച്ചപ്പോൾ അതിൽ പാറയുണ്ടായിരുന്നു, കുറച്ച് വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അത് വെഞ്ചിരിച്ച് ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. ഇപ്പോൾ സമൃദ്ധമായി കിണറ്റിൽ വെള്ളമുണ്ട്. ദൈവത്തിന് നന്ദി, പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി. അതുപോലെ പിന്നെ ജോസഫച്ചനെ ഞാൻ സ്വപ്നത്തിൽ രാത്രി എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് 2 പ്രാവശ്യം പരിശുദ്ധ അമ്മ എൻ്റെ അടുക്കൽ രാത്രിയിൽ വന്നു. ഈ ജപമാല റാലിക്ക് ഞാൻ പോകണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. പക്ഷേ എനിക്ക് ലങ്സിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ കുറച്ച് നടക്കുമ്പോൾ കിതയ്ക്കും. അതുപോലെ തന്നെ ഈ തണ്ടലുക്ക് എല്ലുകൾക്ക് അകൽച്ചയുണ്ട്, ഡിസ്കുകൾക്ക് അകൽച്ചയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങളുള്ളത് കൊണ്ട് എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടാണ്. കുറച്ച് നടക്കുമ്പോഴത്തേക്ക് എനിക്ക് നല്ല ബുദ്ധിമുട്ടാണ്.
അപ്പോൾ എന്നോട് ഭർത്താവും മക്കളും ചോദിച്ചു, എങ്ങനെയാണ് നീ ഇത്രയ്ക്ക് വയ്യാത്ത നീ എങ്ങനെയാണ് ജപമാല റാലിക്ക് പോകുകയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്നെ പരിശുദ്ധ അമ്മയും ഈശോയും കൂടെ എന്നെ നടത്തും, എനിക്ക് വിശ്വാസമുണ്ട്, എനിക്ക് ഉറപ്പുണ്ട്, എന്നെ അമ്മയും ഈശോയും കൂടി കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ തലേ ദിവസം ജപമാല റാലിക്ക് പോണ തലേ ദിവസം ഞാൻ രാത്രി സ്വപ്നം കാണുകയാണ്. പരിശുദ്ധ അമ്മ വന്ന് എൻ്റെ തലയിൽ നല്ലൊരു കിരീടം വെച്ച് തന്നു. അത് കഴിഞ്ഞിട്ട് അമ്മ പറയുകയാണ്, മോളെ ഞാൻ ജപമാല റാലിയിൽ നിന്നെ എടുത്തുകൊണ്ട് പോകുമെന്ന്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പോന്നു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ മാതാവ് ഈശോ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അമ്മ മാതാവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല, നിങ്ങൾക്കൊരു പേടി വിചാരിക്കേണ്ട, വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് അവരാശ്വസിപ്പിച്ച് ഞാൻ ജപമാല റാലിക്ക് പോന്നു. എനിക്ക് യാതൊരുവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുണ്ടായില്ല. പക്ഷെ കുറച്ച് നടക്കുമ്പോഴത്തേക്കും കിതപ്പും നെഞ്ചിൽ ബുദ്ധിമുട്ടും വിഷമവും വരുന്ന ഞാനാണ്. അതുപോലെ തണ്ടലുക്ക് നല്ല വേദനയാണ്. ഇതൊന്നും എനിക്ക് ആ സമയത്ത് അനുഭവപ്പെട്ടിരുന്നില്ല. എന്നെ ശരിക്കും മാതാവ് എന്നെ എടുത്തു കൊണ്ടുപോവുക തന്നെയായിരുന്നു. വീട്ടിൽ വന്ന് എനിക്ക് അതിനെക്കുറിച്ചൊരു ചിന്ത പോലും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. ഈ വേദനകളെ കുറിച്ച് അതുപോലും എന്നിൽ നിന്നും മറപ്പിച്ച് കളഞ്ഞു. അവിടെ ഞാൻ അന്ന് വീട്ടിലെത്തി പിറ്റേ ദിവസമാണ് എനിക്ക് ഇന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നല്ലോ, ഒന്നും കൂടാതെ എന്നെ മാതാവും ഈശോവും കൂടി എന്നെ ആ ജപമാല റാലിയിൽ പങ്കെടുക്കാനും ഇവിടെ വരാനും വീട്ടിൽ തിരിച്ചെത്താനും എല്ലാറ്റിനും എന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് ഞാനതെന്ന് ഏറ്റുപറയും. വിലാപം 3:22 വചനം ഇങ്ങനെ പറയുന്നു, കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നുമില്ല, അത് ഓരോ പ്രഭാതത്തിലും പുതിയതാണ്. കർത്താവിൻ്റെ സ്നേഹം എപ്പോഴും നമ്മൾ ഓരോ ദിവസവും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. വ്യത്യസ്ത രീതിയിൽ തമ്പുരാൻ നമ്മളെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്ന ആ സ്നേഹം എത്ര നമുക്ക് പറഞ്ഞാലും, ആ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞാലും മതി വരില്ല. അപ്പോൾ പിന്നീട് ഞാൻ പറയും, കാരണം എന്ന് വെച്ചാൽ ഈ ഉടമ്പടി സ്വർഗരാജ്യത്തിലേക്കുള്ള വാതിലാണെന്ന്. കാരണം ഞാൻ മുന്നേ നമ്മൾ പ്രാർത്ഥനയും കാര്യങ്ങളും അതുപോലെ കാരുണ്യപ്രവർത്തികളൊക്കെ ഉണ്ടെങ്കിലും കൂടി പക്ഷേ അതിനൊരു തീഷ്ണത ഉണ്ടായിരുന്നില്ല. കൂടുതൽ ഇപ്പം എനിക്ക് തീഷ്ണതയും അതിലൊരു അത് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹവും ദാഹവും ആ ഒരു വിശ്വാസവും വിശ്വസ്തതയും ഒക്കെ എനിക്ക് ഈ ഉടമ്പടി എടുത്തപ്പോൾ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ കൂടുതൽ ഇതിലൂടെ എനിക്ക് ഈ ഉടമ്പടി എടുത്തതിലൂടെ കൂടുതൽ വിശുദ്ധിയിലേക്ക് വളരാൻ എന്നെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കൃപാസന പത്രം ഞാൻ പ്രാർത്ഥിച്ച് അതുമേൽ കുരിശിട്ടിട്ട് ഞാൻ ബസ് സ്റ്റാൻഡുകളിലും ചിലപ്പോൾ അത് കഴിഞ്ഞ് ഒഴിവുണ്ടെങ്കിൽ ചിലപ്പോൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകേണ്ടി വരുമ്പോൾ അതും കൈപ്പിടിക്കും ഞാൻ. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലും കൊടുക്കും. അതുപോലെ തന്നെ ഭക്ഷണം വീട്ടിലുണ്ടാക്കി അത് പൊതിച്ചോറാക്കി അങ്ങനെ പാവപ്പെട്ടവർക്ക് അത് കൊണ്ടു കൊടുക്കുകയും പറ്റുന്ന സഹായം പൈസ കൊണ്ടൊക്കെ സഹായിക്കും. അതുപോലെ ഞങ്ങളുടെ അവിടെ ചിറ്റിശ്ശേരിയിൽ ഓൾഡ് ഏജ് ഹോമുണ്ട്. അമ്മമാരെ പോയി അവരെ കുളിപ്പിക്കും, അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കും. അങ്ങനെ ദൈവം തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് കർത്താവിന് ഒരുപാട് നന്ദി സ്തുതിയും പറയുകയാണ്. ഇനിയും തമ്പുരാൻ്റെ അളവില്ലാത്ത സ്നേഹം ഓരോ നിമിഷവും നമ്മൾ അനുഭവിച്ചറിഞ്ഞ് ആ വിശ്വസ്തതയിലും വിശുദ്ധിയിലും മുന്നോട്ട് ജീവിക്കുവാനായിട്ട് ഞാനിപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടും പരിശ്രമിച്ചും കൊണ്ടിരിക്കുന്നു. ദൈവം തന്ന എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും എത്രമാത്രം നന്ദി പറഞ്ഞാലും മതി വരില്ല. ഒരുപാട് നന്ദിയും സ്തുതി അർപ്പിക്കുന്നു. ദൈവമഹത്വത്തിനായി ഞാൻ ഈ സാക്ഷ്യം ഇവിടെ സമർപ്പിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് 41 അധ്യായം 13 തിരുവചനം. നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലതുകൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ഫിലോമിന എന്ന ഈ സഹോദരിയുടെ രണ്ടാമത്തെ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണിത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ സാമീപ്യം നൽകി കൃപ നൽകിയ ഒരു വലിയ സാക്ഷ്യമാണിത് നാം കേട്ടുകൊണ്ടിരുന്നത്. ഈ മകളുടെ വലിയൊരു നിയോഗമായിരുന്നു
രണ്ടാമത്തെ പുതുക്കലിൽ വെച്ച ആ ഒരു നിയോഗം വളരെ അർത്ഥവത്തായി സ്നേഹത്തോടു കൂടിയാണ് ഈശോയോടും പരിശുദ്ധ അമ്മയോടും പറഞ്ഞത്. അവർക്കൊരു വസ്തു വിൽക്കാനുണ്ടായിരുന്നു. അത് എത്ര തന്നെ പരിശ്രമിച്ചിട്ടും വിറ്റുപോകാതെ ആയപ്പോൾ ഈശോയും പരിശുദ്ധ അമ്മയും വന്ന് നിങ്ങൾ തന്നെ അതിന് വിലയിടുകയും നിങ്ങൾ തന്നെ അത് കൈകാര്യം ചെയ്യുകയും ചെയ്യണമെന്ന് ഈശോയോടും പരിശുദ്ധ അമ്മയോടും വളരെ വാശി പിടിച്ചിട്ടാണ് ആ സ്ഥലവിൽപ്പന നടന്നത് എന്നാണ് ഈ സഹോദരിയുടെ ഏറ്റുപറയുന്നത്. മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ കൃത്യമായി നടക്കുകയും എത്ര തന്നെ അസന്നിഗ്ധാവസ്ഥയിൽ അവരായിരുന്നപ്പോഴും പരിശുദ്ധ അമ്മ വളരെ കൃത്യമായി സാമീപ്യം നൽകി അവരെ ആ വസ്തു വിൽക്കുവാനും പുതിയൊരു സ്ഥലം വാങ്ങിക്കുവാനും അവിടെ ഇവർക്ക് നല്ലൊരു വീട് വയ്ക്കുവാനും ഒക്കെയുള്ള വലിയ സാധ്യതകളും സാമീപ്യവും നൽകി പരിശുദ്ധ അമ്മ അവരെ സഹായിക്കുകയുണ്ടായി. ഇവിടെ നിന്ന് ലഭിച്ച നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് ആ സ്ഥലത്തെ വിശുദ്ധീകരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ഒരു വലിയ വിശുദ്ധിയുടെ കൂടി ഒരു സാക്ഷ്യമാണ് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഈ മകളുടെ ഒരു വലിയ സൗഖ്യത്തിൻ്റെ സാക്ഷ്യമാണ് 15 വർഷമായിട്ടുണ്ടായിരുന്ന മുട്ടുവേദന. ഡോക്ടേഴ്സ് പറഞ്ഞു സർജറി ചെയ്ത് ഇത് മാറ്റിവെക്കണം. വലിയൊരു സങ്കടമായിരുന്നു. 8 വർഷമായിട്ടും തനിക്കൊന്ന് ദേവാലയത്തിലോ വീട്ടിലോ പ്രാർത്ഥനാ സമയങ്ങളിലൊന്നും മുട്ടുകുത്താൻ പറ്റാത്ത ഒരു വലിയ സങ്കടവും വേദനയും. ഈശോയും പരിശുദ്ധ അമ്മയും ചേർന്നാണ് ഈ മകളുടെ ആ മുട്ടുവേദനയുടെ വലിയ സൗഖ്യം നൽകി. ഇവിടെ നിന്ന് കൊണ്ടുപോയ നേർച്ച വസ്തുവായ തൈലം പൂശി നിരന്തരമായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി രണ്ടാമത്തെ പുതുക്കലോടുകൂടി ഈ മകൾക്ക് ആ വേദന കൃത്യമായി എടുത്തു മാറ്റുകയും വളരെ സന്തോഷത്തോടുകൂടി നീണ്ട സമയം മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാനുള്ള വലിയ കൃപയും അനുഗ്രഹവും ലഭിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ കണ്ണിൻ്റെ ഒരു അസ്വസ്ഥതയെക്കുറിച്ച് മകൾ പറയുകയുണ്ടായി. അങ്ങനെ ശാരീരിക അസ്വാസ്ഥ്യങ്ങളെല്ലാം തന്നെ ഈശോ പറയുന്നത് പോലെ ആദ്യം നിങ്ങൾ എൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവാൻ ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കപ്പെടുമെന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആദ്യം തന്നെ ഈശോയെക്കുറിച്ച് അന്വേഷിക്കാനും ഈശോയെ സ്നേഹിക്കാനും തുടങ്ങിയാൽ നാം നിരന്തരം ഈശോയോട് കൂടെയാണെന്ന് ഈശോയ്ക്ക് ഉറപ്പ് വരുമ്പോഴാണ് നമ്മുടെ എല്ലാ ജീവിത പ്രശ്നങ്ങളും അവിടുത്തെ ചുമലിൽ വീണ്ടും വീണ്ടും ഏറ്റെടുത്ത് അവിടുന്ന് തന്നെ മുറിവേറ്റുകൊണ്ട് നമുക്ക് സൗഖ്യവും സമാധാനവും സന്തോഷവും എല്ലാം നൽകുന്നത്. അമ്മ കുരിശിനടിയിൽ നിന്നുകൊണ്ട് നമുക്കിപ്പോഴും നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാനായിലെ വിവാഹ വിരുന്ന് പോലെ അമ്മ ഇപ്പോഴും പ്രാർത്ഥിക്കുകയാണ്. മകനെ അവർക്ക് വീഞ്ഞില്ല, മകനെ അവർക്ക് സൗഖ്യം വേണം, മകനെ അവരുടെ ജീവിത പ്രശ്നങ്ങൾ ഏറെയാണെന്ന് പരിശുദ്ധ അമ്മ നിരന്തരം നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വലിയ പ്രത്യക്ഷീകരണ സാക്ഷ്യം ഈ മകളോട് ഏറ്റുപറയുന്നത്. മകൾ പറയുകയുണ്ടായി, കിണറ്റിലെ വെള്ളം ഇവിടെ നിന്ന് കൊണ്ടുപോയ നേർച്ച വസ്തുവായ ഉപ്പിട്ട് പ്രാർത്ഥിച്ചപ്പോഴാണ് അവർക്ക് പറ്റാത്ത ഒരുപാട് നല്ല ജലം നൽകി അവരെ അനുഗ്രഹിക്കുന്നു. ഏതൊരു പ്രശ്നമായാലും പരിശുദ്ധ അമ്മ ചെറുതായാലും വലുതായാലും നമ്മൾ ആഗ്രഹിക്കുന്നതിൽ കൂടുതൽ പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്നൊരു വലിയ സാക്ഷ്യമാണ്. പരിശുദ്ധ അമ്മയും ജോസഫ് അച്ഛനും സ്വപ്നത്തിൽ വന്ന് ഇവരുടെ ജപമാല റാലിക്ക് പോകാനുള്ള ഒരു വലിയ ആഗ്രഹത്തെ സംഭവ്യമാക്കി കൊടുക്കുന്ന ഒരു വിശേഷം നാം കേൾക്കുകയുണ്ടായി. എത്ര തന്നെ സങ്കടത്തോടെ ഇരുന്നാലും ഈശോയുടെ പരിശുദ്ധ അമ്മയുടെ ജപമാല റാലിയിൽ പങ്കെടുക്കാൻ 5 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ സഞ്ചരിച്ച് പ്രാർത്ഥിച്ച കോടിക്കണക്കിന് ജപമാലകൾ അർപ്പിച്ചതിൽ എൻ്റെ കൂടി ജപമാല കൂട്ടിച്ചേർക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥന ഈ ഫിലോമിന എന്ന മകൾ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ അമ്മ അതിന് വലിയ +, A ഗ്രേഡ് കൊടുത്തുകൊണ്ടാണ് ഈ മകൾക്ക് നടന്നുകൊണ്ട് ഒരു ക്ഷീണവും കൂടാതെ പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും വലിയ ജപമാലയുടെ മാല തന്നെ സമർപ്പിക്കാൻ സാധിച്ചത്. ഈ മകളുടെ വലിയ സാഹസികമായ ഒരു സാക്ഷ്യമാണിത്. ഏറ്റുപറയുന്നത് തന്നെ ഞാൻ എപ്പോഴും ഇനി ഉടമ്പടിയിലായിരിക്കും, എനിക്ക് ശ്വാസമുള്ളിടത്തോളം കാലം ഞാൻ ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം നൽകിക്കൊണ്ടിരിക്കും. കാരണം ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുനാമമല്ലാതെ രക്ഷയ്ക്കായി വേറൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അത് ഏറ്റുപറയുന്നതിൽ എനിക്ക് വളരെയധികം ചങ്കൂറ്റമുണ്ട്. ഈശോയെ ഞാൻ എപ്പോഴും ഏറ്റുപറയും എന്നുള്ളൊരു വലിയ സാക്ഷ്യത്തിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.